ശരിയാണോ അഡ്വക്കേറ്റ് കെ സരൺകുമാർ? ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി എന്നുള്ള വലിയ വിവാദമായിരുന്നതാണ് പിണറായിയുടെ കാലത്ത്. അന്ന് പിന്നെ ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങൾ പോലും എടുത്തു പറയാതെ നടത്തിയ പ്രസംഗം അതും അന്ന് ചർച്ചയായതാണ്. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ നിന്ന് വിട്ടുന്നത്? അത് പാർട്ടി തീരുമാനമാണോ? എന്താണ് അതിന് പിന്നിൽ? അല്ല, അതിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിട്ടുനിന്നത്? അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അതിൽ എനിക്ക് വ്യക്തതയില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. ഞാനത് കളക്ട് ചെയ്തിട്ട് പറയാം. ഏതായാലും വിഴിഞ്ഞം ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിച്ചു. ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം 2045 പൂർത്തീകരിക്കാനിരുന്നതാണ്. അത് 2028 രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന ചടങ്ങിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി തന്നെ 10 വർഷത്തെ പ്രവർത്തനത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് വികസനത്തെക്കുറിച്ചെല്ലാം ഒരു വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന സാഹചര്യമെല്ലാം കണ്ടു. അത് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. ആരാണ് വിഴിഞ്ഞം പദ്ധതിക്ക് എതിരായിട്ട് നിന്നത്? ഒരിക്കൽ പോലും വിഴിഞ്ഞം പദ്ധതി കപ്പൽ പോയിട്ട് ബോട്ട് പോലും അവിടെ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? രണ്ടാം വിമോചന സമരം അവിടെ ആരംഭിക്കും, വിമോചന സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? പിണറായി വിജയനെ കണ്ണൂരിലേക്ക് ഞങ്ങൾ കെട്ടുകെട്ടിക്കും, വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും, അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരാണ്? അതുപോലെ തന്നെ അവിടുത്തെ സമരത്തിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് ഇനി മുന്നിൽ നിന്ന് നയിക്കുക എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ പദ്ധതിക്ക് തുരങ്കം വച്ചവരല്ല LDF, ആ പദ്ധതിക്ക് ഒപ്പം നിന്നവരാണ്. കല്ലിട്ട് പോയാൽ കപ്പൽ ഓടില്ല എന്ന് പറഞ്ഞ് 10 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് തന്നെ മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ട് വിഴിഞ്ഞത്ത് കോടികളുടെ അഴിമതി എന്നല്ല, വിഴിഞ്ഞത്ത് ആ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് ഒരു ഗുണവുമില്ല. ആദ്യത്തെ 30 കൊല്ലം നയാ പൈസ പോലും കേരളത്തിന് വരുമാനമില്ല. അത് 31-ാം വർഷമാണ് 1% ലാഭവിഹിതം കിട്ടുന്നത്. ആ കരാറ് കേരളത്തിന് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാത്ത കരാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംസ്ഥാനം ഒപ്പിട്ട കരാറാണ് എന്നതുകൊണ്ട് വലിയ നിയമബാധ്യത വരും എന്നതുകൊണ്ടും ആ കരാറുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ആദ്യ കല്ലിട്ടവർ പോയി. പക്ഷെ ഞങ്ങളത് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മദർഷിപ്പ് വരുന്ന 4 തുറമുഖങ്ങളിൽ ഒന്നായി അത് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. അതിന്റെ രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെ വേഗതയിൽ കരാറിൽ തന്നെ കൂടുതൽ ഇടപെടൽ നടത്തി അത് സ്വപ്നതുല്യ വേഗതയിൽ അത് മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ 49% ഷെയർ ആകെ മുടക്കിയതിന്റെ നിരവധി ഇരട്ടി വിലയ്ക്ക്, ശരിക്കും പറഞ്ഞാൽ 10 ഇരട്ടി വിലയ്ക്ക് അതിൽ അദാനി വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നുണ പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഞെട്ടൽ രേഖപ്പെടുത്തി, എതിർപ്പ് രേഖപ്പെടുത്തി, ഞങ്ങൾ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും മുമ്പ് പറഞ്ഞിരുന്ന ആരോപണം അത്രയായിരുന്നു. പിന്നീട് LDF സർക്കാർ വന്നപ്പോഴേക്കും അത് മാറി. പിന്നെ വിഴിഞ്ഞം എന്നുള്ളൊരു അഭിമാന പദ്ധതിയാവുകയും ആ നേട്ടം ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള വാദമാണ് നമ്മൾ ശക്തമായി കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടുള്ളത്. അങ്ങീ പറഞ്ഞ വിമോചന സമരം എന്നുള്ള പ്രയോഗം എത്രത്തോളം ശരിയാണ്? കാരണം മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആശങ്ക അറിയിക്കുകയും ആ ആശങ്ക കേൾക്കുന്നതിന് പകരം അതിനോട് അതിരൂക്ഷമായി പ്രതികരിക്കുകയും പോലീസ് തെർവാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിനൊരു രണ്ടാം വിമോചന സമരം എന്ന കളത്തിലേക്ക് പെടുത്തുന്നത് എത്രത്തോളം ശരിയാണെന്ന് അങ്ങ് ആലോചിക്കുക. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.